ഹലോ, വെൽക്കം ടു എജിസോൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം സ്റ്റാർട്ട് ചെയ്തു. അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സംഖ്യാ സമ്പ്രദായത്തെക്കുറിച്ചാണ്. തുടങ്ങാം. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് ഡീനറി സംഖ്യാ സമ്പ്രദായമാണ്. എന്താണ് ഡീനറി സംഖ്യാ സമ്പ്രദായം? 0, 1, 2, 3, 4, 5, 6, 7, 8, 9 എന്നീ സംഖ്യകളെയാണ് നമ്മൾ ഡീനറി സംഖ്യാ സമ്പ്രദായം എന്ന് പറയുന്നത്. ലോകം മുഴുവൻ ഇന്ന് നിലവിലുള്ള സംഖ്യാ സമ്പ്രദായമാണ് ഡീനറി സംഖ്യാ സമ്പ്രദായം. ദശാംശ സംഖ്യാ സമ്പ്രദായം എന്ന് അറിയപ്പെടുന്നു. ഡീനറി സംഖ്യാ സമ്പ്രദായം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ദശാംശ സംഖ്യാ സമ്പ്രദായം. 1957 മുതൽ ദശാംശ സംഖ്യാ സമ്പ്രദായം ഇന്ത്യയിൽ നിലവിൽ വന്നു. 1957 മുതൽ ദശാംശ സംഖ്യാ സമ്പ്രദായം ഇന്ത്യയിൽ നിലവിൽ വന്നു. അപ്പൊ ഡീനറി സംഖ്യാ സമ്പ്രദായം എന്ന് പറയുന്നത് 0 മുതൽ 9 വരെയുള്ള സംഖ്യകളെയാണ് നമ്മൾ ഡീനറി സംഖ്യാ സമ്പ്രദായത്തിൽ ഉൾപ്പെടുത്തുന്നത്. ലോകം മുഴുവൻ ഇന്ന് നിലവിലുള്ള സംഖ്യാ സമ്പ്രദായമാണ് ഡീനറി സംഖ്യാ സമ്പ്രദായം. അതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ദശാംശ സംഖ്യാ സമ്പ്രദായം. 1957 മുതലാണ് ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. ഓക്കെ, അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ബൈനറി സംഖ്യാ സമ്പ്രദായമാണ്. ബൈനറി, രണ്ട് അല്ലെ? ബൈ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ബൈനറി സംഖ്യാ സമ്പ്രദായം 0, 1 അക്കങ്ങൾ മാത്രം, 0, 1 എന്നുള്ള അക്കങ്ങൾ മാത്രമാണ് നമ്മൾ ഏതിൽ ഉപയോഗിക്കുന്നുള്ളൂ? ബൈനറി സംഖ്യാ സമ്പ്രദായത്തിൽ ഉപയോഗിക്കുന്നുള്ളൂ. രണ്ട് അടിസ്ഥാനമായ സംഖ്യാ സമ്പ്രദായമാണ്. അതായത് രണ്ടാണ് ഈ സംഖ്യാ സമ്പ്രദായത്തിന്റെ അടിസ്ഥാനം. അതായത് 0, 1 എന്നീ അക്കങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന സംഖ്യാ സമ്പ്രദായമാണ് ബൈനറി സംഖ്യാ സമ്പ്രദായം. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഹെക്സാഡെസിമൽ സമ്പ്രദായമാണ്. എന്താണ് ഹെക്സാഡെസിമൽ സമ്പ്രദായം? 16 അടിസ്ഥാനമായ സംഖ്യാ സമ്പ്രദായത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെക്സാഡെസിമൽ സമ്പ്രദായം എന്ന് പറയുന്നത്. 16 അടിസ്ഥാനമായ സംഖ്യാ സമ്പ്രദായത്തിനെയാണ് നമ്മൾ ഹെക്സാഡെസിമൽ സമ്പ്രദായം എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? 0 to 9 വരെ നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം A to F വരെ, 0 to 9 വരെയും പിന്നെ അതിനുശേഷം A to F വരെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അടിസ്ഥാനമായത് ഏത് വെച്ചിട്ടാണെന്നാ പറഞ്ഞത്? 16 വെച്ചിട്ടാണ്. അപ്പൊ 0 to 9 വരെയാണ് നമ്മൾ ഇങ്ങനെ നമ്പർ സിസ്റ്റം ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിനുശേഷം വരുന്നത് ഏതായിട്ട് കൊടുക്കുന്നു? A to F ആയിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അതായത് 0, 1, 2, 3, 4, 5, 6, 7, 8, 9 ഇതുവരെ നമ്മൾ ഡിനോട്ട് ചെയ്തു അല്ലെ? അതിനുശേഷം 10 എന്ന് പറഞ്ഞതിന് നമ്മൾ A ആയിട്ടാണ് കൊടുക്കുന്നത്. 10ന് നമ്മൾ A ആയിട്ട് കൊടുക്കുന്നു. B എന്ന് പറയുന്നത് 11, C എന്ന് പറയുന്നത് 12, D എന്ന് പറയുന്നത് 13, E എന്ന് പറയുന്നത് 14, F എന്ന് പറയുന്നത് 15. ഓക്കെ, അപ്പൊ ഇവിടെ 15 വരെ നമ്മൾ എഴുതി. അതായത് ഇവിടെ ടോട്ടൽ എത്ര സംഖ്യകളാണ് ഉള്ളത്? 0 കൂടെ ഉൾപ്പെട്ടിട്ട് എത്ര എണ്ണം വരും? ടോട്ടൽ 16 എണ്ണം വരും. അപ്പൊ 16 അടിസ്ഥാനമായ സംഖ്യാ സമ്പ്രദായമാണ് ഹെക്സാഡെസിമൽ സമ്പ്രദായം. അതിൽ 0 to 9 നമ്മൾ നോർമലി റെപ്രസെന്റ് ചെയ്യുന്ന പോലെ എഴുതുന്നു. അതിനുശേഷം A to F എന്നുള്ളത് നമ്മൾ ആർക്ക് പകരം? 10, 11, 12, 13, 14, 15 ഇതിന് പകരം നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് A മുതൽ F വരെയുള്ള ലെറ്റേഴ്സ് ആണ്. റോമൻ സംഖ്യാ സമ്പ്രദായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴക്കം ചെന്ന സംഖ്യാ സമ്പ്രദായമാണ് റോമൻ സംഖ്യാ സമ്പ്രദായം എന്ന് പറയുന്നത്. 0 ഉപയോഗിക്കാത്ത സംഖ്യാ സമ്പ്രദായമാണ് റോമൻ സംഖ്യാ സമ്പ്രദായം. ഒരു സംഖ്യ പരമാവധി എത്ര തവണ മാത്രമേ ആവർത്തിക്കുകയുള്ളൂ? 3 തവണ മാത്രമേ ആവർത്തിക്കുകയുള്ളൂ. അതായത് ഒരു സംഖ്യ പരമാവധി ആവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അത് എത്രയാ? 3 തവണ മാത്രമേ അത് എന്ത് ചെയ്തുള്ളൂ? ആവർത്തിക്കുകയുള്ളൂ. VLD ആവർത്തിക്കില്ല. അതായത് ഏതൊക്കെ ആവർത്തിക്കില്ല? VALD ഈ 3 എണ്ണം എന്ത് ചെയ്യില്ല? ആവർത്തിക്കില്ല. അതായത് ഒരു സംഖ്യ ആവർത്തിക്കണം എന്നുണ്ടെങ്കിൽ 3 തവണയാണ് മാക്സിമം അത് ആവർത്തിക്കുള്ളൂ. പക്ഷെ ഏത് ആവർത്തിക്കില്ല എന്നാണ് പറയുന്നത്? VLD എന്ന് പറയുന്നത് ആവർത്തിക്കില്ല എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഐയുടെ മൂല്യം. ശ്രദ്ധിക്കണേ, ഐയുടെ മൂല്യം നമ്മൾ ഏത് സംഖ്യയിൽ നിന്ന് മാത്രമേ കുറയ്ക്കാൻ പറ്റുള്ളൂ? വിയിൽ നിന്നും എക്സിൽ നിന്നും ഈ സംഖ്യകളിൽ നിന്നും മാത്രമേ കുറയ്ക്കൂ. അതായത് ഐയുടെ മൂല്യം നമ്മൾ ഏതെന്ന് മാത്രമേ കുറയ്ക്കുള്ളൂ? വി, എക്സ് എന്നീ സംഖ്യകളിൽ നിന്ന് മാത്രമേ കുറയ്ക്കുള്ളൂ. അതേപോലെ ഇവിടെ നോക്ക്, എക്സിന്റെ മൂല്യം നമ്മൾ ഏതെന്ന് മാത്രമേ കുറയ്ക്കുള്ളൂ? LCM. എക്സിന്റെ മൂല്യം നമ്മൾ കുറയ്ക്കുന്നത് 3 ആൾക്കാരിന്. LCM ഇവരിന്ന് മാത്രമേ നമുക്ക് എക്സിന്റെ മൂല്യം കുറയ്ക്കാൻ പാടുള്ളൂ. അപ്പൊ ഐയുടെ മൂല്യം നമുക്ക് ഏതെന്ന് മാത്രമേ, ഏത് സംഖ്യകളിൽ നിന്ന് മാത്രമേ കുറയ്ക്കാൻ പറ്റുള്ളൂ? വിയിൽ നിന്നും എക്സിൽ നിന്നും. പക്ഷെ എക്സിന്റെ മൂല്യം നോക്കുന്ന സമയത്ത് അത് ആരിൽ നിന്ന് മാത്രമേ കുറയ്ക്കാൻ പറ്റുള്ളൂ? നമുക്ക് LCM എന്നീ സംഖ്യകളിൽ നിന്ന് മാത്രമേ കുറയ്ക്കാൻ പാടുള്ളൂ. 7 അടിസ്ഥാനമായ സംഖ്യാ സമ്പ്രദായമാണ് റോമൻ സംഖ്യാ സമ്പ്രദായം. 7 അടിസ്ഥാനമായ സംഖ്യാ സമ്പ്രദായമാണ് റോമൻ സംഖ്യാ സമ്പ്രദായം. ഏതൊക്കെയാണ് ആ 7 അടിസ്ഥാനമായ സംഖ്യാ സമ്പ്രദായം? ഐ എന്ന് പറയുന്നത് എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? 1. ഓക്കെ, ഐ എന്ന് പറയുന്നത് 1 ആണ്.
വി എന്ന് പറയുന്നത് എത്രയാണ്? 5. നമ്മൾ 5th സ്റ്റാൻഡേർഡ് എന്നൊക്കെ അധികം എങ്ങനെയല്ല എഴുതാം, അത് വി എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്റർ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി എക്സ് എന്ന് പറയുന്നത് എന്തിനാണ്? 10 എന്നുള്ളതിനെയാണ് എക്സ് വെച്ചിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി എൽ എന്ന് പറയുകയാണെങ്കിൽ അത് എത്രയാണ്? 50നെയാണ് എൽ വെച്ചിട്ട് നമ്മൾ കാണിക്കുന്നത്. സി ആണെങ്കിൽ അത് എത്രയാണ്? 100 ആണ് സി ആണെങ്കിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഡി എന്ന് പറയുന്നത് എന്താണ്? 500 ആണ് ഡി കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. എം ആണെങ്കിൽ അത് എത്രയാണ്? 1000 ആണ്. അപ്പൊ ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 1 ആണ്, വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 5 ആണ്, എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 10 ആണ്, എൽ എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? 50 ആണ്, സി എന്ന് പറഞ്ഞാൽ അത് 100 ആണ്, ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 500 ആണ്, എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രയാണ്? 1000 ആണ്. അപ്പൊ ഇത് വെച്ചിട്ടൊന്ന് നമുക്ക് നോക്കേ. എന്താ പറഞ്ഞത്? ഐയുടെ മൂല്യം വിയിൽ നിന്നും എക്സ് എന്നീ സംഖ്യകളിൽ നിന്നും മാത്രമേ കുറയ്ക്കാൻ പറ്റുള്ളൂ. ഐ എന്ന് പറയുന്നത് എവിടെ അല്ലെ? ഐ എന്ന് പറയുന്ന ആരാണ്? 1 അല്ലെ? അത് ആരിൽ നിന്ന് മാത്രമേ നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ? ഈ രണ്ടാൾക്കാരിൽ നിന്ന് മാത്രം. അതായത് ഏത്? വിയിൽ നിന്നും എക്സിൽ നിന്നും. 5ന്നും 10ന്നും മാത്രമേ നമുക്ക് ആരെ കുറയ്ക്കാൻ പറ്റുള്ളൂ? 1നെ കുറയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഐ എന്ന് പറഞ്ഞതിനെ വിയിൽ നിന്നും എക്സിൽ നിന്നും മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കുറയ്ക്കാൻ കഴിയുള്ളൂ. ഇനി ഇവിടെ നോക്ക്, അടുത്തതാരാ? എക്സ് അല്ലെ? ഇയാളെയാണ് എടുത്തത്. എക്സിനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതിൽ നിന്നൊക്കെ കുറയ്ക്കാം? എല്ലിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും, സിയിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും. പിന്നെ ആരിൽ നിന്നാണ്? എമ്മിൽ നിന്ന്. അപ്പൊ എല്ലിന്ന്, സിന്ന്, എമ്മിന്ന് ഈ സംഖ്യകളിൽ നിന്ന് മാത്രമേ നമുക്ക് എന്തിനെ കുറയ്ക്കാൻ പറ്റുള്ളൂ? എക്സ് എന്നതിനെ കുറയ്ക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ എക്സ് എന്നതിനെ നമുക്ക് എൽ, സി, എം ഇതിൽ നിന്ന് മാത്രമേ കുറയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഒരു റോമൻ സംഖ്യയുടെ മുകളിൽ ബാർ, ഓക്കെ, ഒരു റോമൻ സംഖ്യയുടെ മുകളിൽ നമ്മൾ ബാർ ഇട്ടാൽ ആ സംഖ്യയെ 1000 കൊണ്ട് ഗുണിക്കുക എന്നാണ് അർത്ഥം. അതായത് ഒരു സംഖ്യയുടെ മുകളിൽ, അതായത് റോമൻ സംഖ്യയുടെ മുകളിൽ നമ്മൾ ബാർ എന്നുള്ള ഒരു ചിഹ്നം ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ആ സംഖ്യയെ 1000 കൊണ്ട് ഗുണിക്കുക എന്നതാണ് അതിന്റെ അർത്ഥം. അതായത് ഇപ്പൊ നമ്മൾ 5, അതായത് വി എന്ന് പറഞ്ഞതിന്റെ മുകളിൽ ബാർ എന്നിട്ടു. അതിന്റെ അർത്ഥം എന്താണ്? വിയുടെ വാല്യൂ എത്രയാണ് ഇവിടെ? 5 ആണ് അല്ലെ? ആ 5നെ നമ്മൾ എത്രയുണ്ട് ഗുണിക്കുക എന്നുള്ളതാണ്. 1000 കൊണ്ട് ഗുണിക്കുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ ആണോ? അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തുകകൾ കണ്ടുപിടിക്കാനുള്ള, ഓരോ സംഖ്യകളുടെ തുകകൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് നോക്കാം ഓരോ ഇക്വേഷൻസും. ഓക്കെ, ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനാണ്. അതായത് 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് n × n+1/2 എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ആണ്. n × n+1/2 എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ എടുക്കേണ്ട ഇക്വേഷൻ. അടുത്തത് ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക. n ഒറ്റ സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്? n² ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് n² ആണ്. ഇനി ആദ്യത്തെ n ഇരട്ട സംഖ്യകളാണ്, അവയുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ n × n+1. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ n × n+1 എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക, സ്ക്വയറിന്റെ തുകയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ യൂസ് ചെയ്യേണ്ടത് ഏതാണ്? n × n+1 × 2n+1/6. ഏതാണ്? n × n+1 × 2n+1/6. ഈ ഇക്വേഷനാണ് ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുകയാണ് നമുക്ക് കാണേണ്ടതെങ്കിൽ യൂസ് ചെയ്യേണ്ടത്. ഇനി വർഗ്ഗങ്ങൾ കഴിഞ്ഞാൽ ഇനി എന്താ? ക്യൂബ് ഉണ്ടാവും അല്ലെ? അപ്പൊ ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ഏത് യൂസ് ചെയ്യാം? n × n+1/2 ഓൾ സ്ക്വയർ. ഇവരുടെ എല്ലാം കൂടെ സ്ക്വയർ ആയിട്ട് എടുക്കണം. n × n+1/2 ഓൾ സ്ക്വയർ ആണ് നമ്മളുടെ എന്തിന്റെ? n എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അടുത്തത് ആദ്യത്തെ n അഖണ്ഡ സംഖ്യകളുടെ തുക. അഖണ്ഡ സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ n × n-1/2 ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. n × n-1/2 ആണ് ആദ്യത്തെ n അഖണ്ഡ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഒന്നുകൂടെ നോക്കാം. എന്താ പറഞ്ഞത്? ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ n × n+1/2 ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ. ഇനി അത് n ഒറ്റ സംഖ്യകളാണെങ്കിൽ അത് ഏത് വരും? n² ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത്. ഇനി n ഇരട്ട സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ n × n+1 ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുകയാണെങ്കിൽ അവിടെ ഏത് വരും? n × n+1 × 2n+1/6 യൂസ് ചെയ്യണം. ഓക്കെ, ഏതാണ്? n × n+1 × 2n+1/6 ആണ് n എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിന് യൂസ് ചെയ്യുന്നത് അല്ലെ? ഇനി ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുകയാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ n × n+1/2 ഓൾ സ്ക്വയർ ആണ് വരേണ്ടത്. n × n+1/2 ഓൾ സ്ക്വയർ ആണ് ക്യൂബുകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ വരുന്നത്. ഇനി ആദ്യത്തെ n അഖണ്ഡ സംഖ്യകളുടെ തുകയാണെങ്കിൽ ഏത് വരും? n × n-1/2.
അഖണ്ഡ സംഖ്യകളാണെങ്കിൽ n×n-1/2 എന്നുള്ളതാണ് വരുന്നത്. ഇതോടെ നമ്മളുടെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിന്റെ തിയറി പാർട്ടുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ സംഖ്യകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ്, നമ്മൾ പഠിച്ച സംഖ്യകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളിലെ അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസുകളാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതൊന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ. ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ എന്ന് പറഞ്ഞത് ഏതായിരുന്നു നമ്മൾ പഠിച്ചത്? അഖണ്ഡ സംഖ്യ എന്ന് പറഞ്ഞത് എന്തായിരുന്നു? 0 ഉൾപ്പെടുന്ന അല്ലേ? 0, 1, 2, 3, 4 എന്ന് പറഞ്ഞു പോകുന്ന സംഖ്യകളായിരുന്നു എന്ത്? അഖണ്ഡ സംഖ്യകൾ. അപ്പൊ ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ എന്ന് പറയുമ്പോൾ അത് ആരായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ. രണ്ടാമത് എന്താ? ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ എന്താണ്? 1 തന്നെയാണ്. ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ എന്ന് പറയുന്നതോ? അതും 1 തന്നെയാണ് അല്ലെ? ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് 1 ആണ്. ഇനി ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? 2 ആണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലേ? ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് 2 ആണ്. ഇനി ഏറ്റവും വലിയ നെഗറ്റീവ് പൂർണ്ണസംഖ്യ. അങ്ങനെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പ്രയാസം തോന്നാം അല്ലേ? ഏറ്റവും വലിയ നെഗറ്റീവ് പൂർണ്ണസംഖ്യ. പൂർണ്ണസംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? നമ്മളുടെ അഖണ്ഡ സംഖ്യകൾ, അതായത് 0 മുതൽ 1, 2, 3 എന്ന് പറഞ്ഞു പോകുന്ന ഈ നമ്പറിന്റെ കൂടെ എന്തും കൂടെ വരിക? നെഗറ്റീവ് സംഖ്യകളും കൂടെ വരുന്നത്. അതായത് -1, -2, -3 എന്ന് പറഞ്ഞു പോകുന്ന സംഖ്യകളും കൂടെ വരുന്നതായിരുന്നു നമ്മളുടെ എന്ത്? പൂർണ്ണസംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ നെഗറ്റീവ് പൂർണ്ണസംഖ്യ ഏതാണെന്നാണ് നമ്മളുടെ ചോദ്യം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 0 ഇങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് അല്ലെ? 0 മാറി മാറി പോകുന്നതിനനുസരിച്ച് ആ ഒരു വാല്യൂ എന്താവുകയാണ് ചെയ്യുന്നത്? കുറയാണ് ചെയ്യുന്നത്. അപ്പം കൂടുതൽ ഉണ്ടാവുക ആരായിരിക്കും? 0ന്റെ തൊട്ടടുത്ത് കിടക്കുന്ന നെഗറ്റീവ് ആളായിരിക്കും. അപ്പൊ ആരാ ആൻസർ വരിക? -1. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഏറ്റവും വലിയ നെഗറ്റീവ് പൂർണ്ണസംഖ്യ -1 ആണ് അല്ലെ? ഇനി അടുത്തടുത്ത 2 ഒറ്റ സംഖ്യകളുടെയും ഇരട്ട സംഖ്യകളുടെയും വ്യത്യാസം എത്രയാ? നമുക്കറിയില്ലേ? ഏതാ? ഇപ്പൊ 1, 3 എടുത്തു കഴിയാം. 1, 3 ഒരൊറ്റ സംഖ്യയാണ് അല്ലെ? അപ്പൊ 3 നമ്മൾ 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വ്യത്യാസം എത്രയാ വരിക? 2 ആണ് വരുന്നത്. ഇനി ഇരട്ട സംഖ്യകൾ എടുത്തു നോക്കാം. 2ഉം 4ഉം എടുത്തു നോക്കാം. ഇവരുടെ വ്യത്യാസം നോക്കുമ്പോൾ 4 - 2 നമുക്ക് എത്ര കിട്ടുക? 2 ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്തടുത്ത 2 ഒറ്റ സംഖ്യകളുടെയും ഇരട്ട സംഖ്യകളുടെയും വ്യത്യാസം എന്തായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ. അടുത്തത് ഏതാ? ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ. അതേപോലെ ഒരേ ഒരു ഇരട്ട അഭാജ്യ സംഖ്യ ഏതാണ്? ഒരേ ഒരു ഇരട്ട അഭാജ്യ സംഖ്യ, അതേപോലെ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് ആരുമല്ല, നമ്മളെ 2 തന്നെയാണ് അല്ലെ? 2 ആണ്. ഇനി ഏറ്റവും ചെറിയ ഒറ്റ അഭാജ്യ സംഖ്യ. ഏറ്റവും ചെറിയ ഒറ്റ അഭാജ്യ സംഖ്യ, ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ 2 ആണ്. 2 കഴിഞ്ഞാൽ വരുന്ന ആള് ഏതാണ്? ഒരൊറ്റ സംഖ്യയാണ് അല്ലെ? അതേതാണ് ഏറ്റവും ചെറിയ ഒറ്റ അഭാജ്യ സംഖ്യ? അത് 3 ആണ്. ഇനി ഭാജ്യമോ അഭാജ്യമോ അല്ലാത്ത സംഖ്യ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭാജ്യസംഖ്യകൾ അഭാജ്യ സംഖ്യകൾ പറഞ്ഞപ്പോൾ ഒരാളെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടേ ഇല്ലായിരുന്നു. അതാരാണ്? 1 ആണ് അല്ലെ? അപ്പൊ ഭാജ്യമോ അഭാജ്യമോ അല്ലാത്ത സംഖ്യ ആരാണ്? 1 ആണ് അല്ലെ? ഇനി ഏറ്റവും ചെറിയ നിസർഗ സംഖ്യ. എന്തായിരുന്നു ഈ നിസർഗ സംഖ്യ? നമ്മൾ എണ്ണൽ സംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നിസർഗ സംഖ്യകൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറിയ നിസർഗ സംഖ്യ ഏതാണ്? 1 തന്നെയാണ്. അപ്പൊ നമ്മളിപ്പോൾ നോക്കിയിട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത് സംഖ്യകൾ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ള ഭാഗത്തു നിന്ന് തന്നെ ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇനി അല്ലാതെ ഈ ഒരു ചാപ്റ്ററിന് ഡീറ്റെയിൽ ആയിട്ടുള്ള കുറെ ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാവുന്നതാണ്.